ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധനും ഭാര്യയും സുശീലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ പ്രതിഭയോട് നീ ടെസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ എനിക്ക് സ്വീറ്റ്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി പ്രതിഭ ഒരു അമ്മയാകുന്നു എന്നാണ് അവർ കരുതിയിട്ട് പോകുന്നത്. ഈ സമയം പ്രതിഭയോട് പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാൻ കേട്ടോ. അപ്പോൾ പ്രതിഭ സന്തോഷത്തോടു കൂടി ഞാനൊരു അമ്മയാകുന്നു എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അവിടെ ഇരിക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്ദ്രനും സോനയും സുശീലയുടെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സുശീലയോട് സോനയ്ക്കും ഇന്ദ്രനും നല്ല സംശയമുള്ളതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സോന സുശീലയ്ക്ക് ഓറഞ്ച് കൊടുക്കുന്ന സമയത്ത് സുശീല എനിക്കിനി മതി, എൻ്റെ വായുടെ ഉള്ളൊക്കെ ഒരു മരവിപ്പാണ്, ഇത്രയും ദിവസം മരുന്നും ഗ്ലൂക്കോസും ആയിട്ട് പോവുമായിരുന്നില്ലേ, അമ്മയ്ക്ക് നല്ല വെള്ളവും ആഹാരമൊക്കെ തരണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അമ്മയെ കാണുമ്പോൾ ഇത്രയും ദിവസം ആഹാരം കഴിച്ചിട്ടില്ല എന്നൊന്നും തോന്നുന്നില്ല, അല്ല ഇന്ദ്രേട്ട എന്നങ്ങ് ചോദിച്ചതോടുകൂടി സുശീല അങ്ങ് പതർച്ചയോട് കൂടിയിട്ട് ഇന്ദ്രനെയും സോനയെയും നോക്കണം. അപ്പോൾ ഇന്ദ്ര പറയണ അമ്മയെ കാണാൻ ഞങ്ങളെ ഒന്നും അനുവദിച്ചിട്ടില്ലെങ്കിലും ഡോക്ടറും സിസ്റ്റർമാരും അമ്മയെ നല്ലതുപോലെ പരിചരിച്ചിട്ടുണ്ട് അല്ലേ അമ്മേ എന്നങ്ങ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സുശീല പരിചരിച്ച് കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ, എനിക്കൊന്നും ഓർമ്മയില്ല, ഇതിപ്പോൾ എൻ്റെ രണ്ടാം ജന്മമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ദ്രൻ സത്യത്തിൽ അമ്മയ്ക്ക് അന്ന് എന്താണ് സംഭവിച്ചത്, അമ്മ എന്തൊക്കെ ആരോടൊക്കെ സംസാരിച്ചു ഫോണിലെന്ന് നിന്നോട് രവി പറഞ്ഞു, ആരോടാണ് അമ്മ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പെട്ടെന്നങ്ങ് പതർച്ചയോട് കൂടി പറയണ അത് പിന്നെ പിറ്റേ ദിവസം മഞ്ചാടിയുടെ കല്യാണമായിരുന്നില്ലേ, അതിനെക്കുറിച്ച് ഞാൻ ആരോടൊക്കെയോ സംസാരിച്ചു, അമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഗോകുലുമായിട്ടാണെന്നങ്ങ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സുശീല അങ്ങ് പേടിച്ചു പോവാണ് കേട്ടോ. അവൻ അന്ന് അമ്മയോട് മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ എന്നങ്ങ് പറഞ്ഞപ്പോൾ അതെങ്ങനെ നീ അറിഞ്ഞു, അമ്മ വിളിച്ച നമ്പറിൽ നിന്നും ഞാൻ ഗോകുലിനെ വിളിച്ചിരുന്നു, അപ്പോൾ ഗോകുലാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്, പക്ഷേ അമ്മ രണ്ടാമത് വിളിച്ച ആ നമ്പറില്ലേ അത് ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്, അതിലേക്ക് ഞാൻ വിളിച്ചു നോക്കി, ആരായിരുന്നു അമ്മേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുശീല പതർച്ചയോട് പറയണ അത് ഗോകുൽ എന്നെ വിളിച്ച ശേഷം ഞാൻ പിന്നെ മറ്റാരെയും വിളിച്ചിട്ടില്ല, അത് പിന്നെ ഗോകുലും മറ്റേതെങ്കിലും നമ്പറിൽ നിന്നും എന്നെ വിളിച്ചതായിരിക്കും, അതെ വേറെ ആരും എനിക്ക് വിളിച്ചതായിട്ട് ഓർമ്മയില്ല. അതിരിക്കട്ടെ അമ്മയോട് ഗോകുൽ മഞ്ചാടിയുടെ വിവാഹം മുടക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ തീരുമാനം എന്തായിരുന്നു, അതിപ്പോൾ അവൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്ദ്ര, ഗോകുൽ പറഞ്ഞത് മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ അമ്മ തയ്യാറായില്ല എന്നാണ്, എങ്കിൽ അത് തന്നെയാണ് സത്യം, പക്ഷേ കല്യാണം മുടക്കുന്നതിന് ഞാൻ എതിർത്തിട്ടും അവൻ തന്നെ ജയിച്ചു. അപ്പോൾ സോന പറയണേ ഗോകുലിന് വേണ്ടി കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ വീണ്ടും സുശീല ഒന്ന് പതറണം, നിനക്ക് നിന്റെ അമ്മയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് മഞ്ചാടിയുടെ കല്യാണം മുടങ്ങിയത്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടല്ലോ, ഇതൊക്കെ ഒരു യോഗമാണ്, ഞാൻ മരണം കണ്ട് തിരിച്ചു വന്നതുപോലെ മഞ്ചാടിയുടെ ചെറുക്കനും തിരിച്ചു വരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നും പറഞ്ഞ് സുശീല പെട്ടെന്ന് തന്നെ അവിടെ അങ്ങ് കിടക്കാൻ കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രനും സോനയ്ക്കും ഒക്കെ സുശീല ഇതൊക്കെ വെറും അഭിനയിക്കുകയാണെന്നും നുണ പറയുകയാണെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവാണ്. അങ്ങനെ സോന അവിടെ നിന്നും എണീറ്റ് പോയ ശേഷം ഇന്ദ്രൻ പുറത്തേക്കും പോയ ശേഷം സുശീല ഇടങ്ങണിട്ട് നോക്കുകയാണ്, ഇവർ ഞാൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ എന്നുള്ള ഭാവത്തിൽ. ഈ സമയം സത്യൻ പ്രഗ്നൻസി കിറ്റ് വാങ്ങി പ്രതിഭയ്ക്ക് കൊടുത്ത ശേഷം റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെ പ്രതിഭ ടെസ്റ്റ് ചെയ്ത് വന്ന ശേഷം എന്തായി പോസിറ്റീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിഭ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഇതിലൊന്നും കാണുന്നില്ലല്ലോ പ്രതിഭ എന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം നെഗറ്റീവ് ആണെന്നാണ് സത്യേട്ടാ, നെഗറ്റീവോ, അപ്പോൾ ഒരുപാട് ആശിച്ചു അല്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടൈം ആവുന്നതിൻ്റെ മുന്നേ ടെസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കും, നമുക്ക് 2 ദിവസം കൂടി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാം, അപ്പോൾ എന്നാൽ അങ്കിളിനെയും ആൻറ്റിയെയും വിളിച്ച് പറയാല്ലേ എന്ന് സത്യം പറയുമ്പോൾ പ്രതിഭ പറയാം വേണ്ട സത്യേട്ടാ, നമുക്കിപ്പോൾ തൽക്കാലം അമ്മയെയും അച്ഛനെയും ഒന്നും അറിയിക്കേണ്ട, അവർ വെറുതെ നിരാശപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അത് വേണ്ട പ്രതിഭ, അതൊക്കെ മോശമല്ലേ പ്രതിഭയെ, നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്താൽ അപ്പോഴും പോസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ പ്രതിഭ പറയണ അപ്പോൾ നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്തു, ഈ ടെസ്റ്റ് കാർഡൊന്നും അത്ര ശരിയല്ല സത്യേട്ട, അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്യണം, അതാണ് യഥാർത്ഥത്തിൽ തെളിയുകയുള്ളൂ. സത്യം പറയണേ എന്തായാലും നിന്റെ അമ്മയോടും അച്ഛനോടും സത്യം പറയാം, അല്ലാതെ മറ്റാരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവർ 2 പേരല്ലേ അറിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അവരോട് സത്യം തുറന്നു പറയാം, ആരും ഇത് അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാനും ആരോടും പറയാനൊന്നും പോകുന്നില്ല, തൽക്കാലം ഇപ്പോൾ അച്ഛനോടും അമ്മയോടും സത്യേട്ടനൊന്നും പറയാൻ പോവണ്ട, അവർ കൊണ്ടുവരുന്ന സ്വീറ്റ്സ് കഴിക്കേണ്ടി വരില്ലേ പ്രതിഭ എന്ന് പറയുമ്പോൾ അത് കഴിച്ചാലാവും ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് സത്യനും പ്രതിഭയും തൽക്കാലം ആരെയും ഒന്നും അറിയിക്കേണ്ട, പോസിറ്റീവ് ആണെന്ന് തന്നെ അച്ഛനും അമ്മയും കരുതിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. ഈ സമയം സുശീലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് സുധനും ഭാര്യയും കൂടി അവിടേക്ക് ചെല്ലണം. അവരെ കണ്ടപ്പോൾ സോന സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അല്ല അമ്മ ഉറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സുധൻ പറയുന്നത് നല്ല ക്ഷീണം ഉണ്ടാവും, ഇത്ര ദിവസം മരുന്നൊക്കെ കഴിച്ചതല്ലേ എന്ന് സുധൻ കളിയാക്കിയതുപോലെ സുശീലയെ കണ്ട് സംസാരിക്കേണ്ട. അപ്പോഴേക്ക് സുശീല ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണ്. എന്നിട്ട് സോന സുശീലയോട് ഉണർത്തുകയാണ് കേട്ടോ. അപ്പോൾ സുശീല നിങ്ങളായിരുന്നു വെറുതെ അല്ല രവിയിൽ നിങ്ങളുടെ സംസാരം മുഴങ്ങിയത് നല്ലൊരു മയക്കത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ അമ്മ പറയണ സുശീലേച്ചിക്ക് ക്ഷീണമുണ്ടെങ്കിൽ സുശീലേച്ചി ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, മോളെ സോനെ നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഞങ്ങൾ ഇവിടെ സുശീലേച്ചിയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അത് സുശീലയ്ക്കൊന്നും ഒട്ടും തന്നെ പിടിക്കുന്നില്ല അവരെ 2 പേരെയും കാണുമ്പോൾ. അപ്പോൾ സുശീല പറയണ സാധാരണ മകൻ്റെ ഭാര്യ വീട്ടുകാരെയാണോ ഹോസ്പിറ്റലിൽ നിർത്തുക, എനിക്കൊരു മരുമകളുണ്ടല്ലോ പൊന്നാര മകൾ, നിങ്ങളുടെ മകൾ പ്രതിഭ, അവൾ ഒരു പ്രതിഭ തന്നെയാണെന്നുള്ളത് അവൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കും
ഇരിക്കല്ലേ എന്ന് പറയുമ്പോൾ സോന പറയണേ, എന്താ അമ്മ ഈ പറയുന്നത്? അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഇതുവരെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഞാൻ അങ്ങനെയല്ല അമ്മയോട് പറഞ്ഞത്. വീട്ടിലെ കാര്യങ്ങളും ശ്യാമമോളെ നോക്കേണ്ടത് കൊണ്ടും പ്രതിഭയ്ക്ക് ഇവിടേക്കൊന്ന് വരാൻ കൂടി കഴിഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിലേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവൾ ഇവിടെ വരണമായിരുന്നു. സുധൻ പറയണേ, അതിന് സുശീലെ നിന്നെ ഇവിടേക്ക് വന്നാലും നിന്നെ കാണാൻ കഴിയില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇവിടെ 1-2 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോലും നിന്നെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സുശീല, എന്നിട്ടും നിങ്ങളിപ്പോൾ ഇന്ന് എന്നെ കാണാൻ വേണ്ടി വന്നില്ലേ? നിങ്ങൾക്ക് എന്താ മുറയും മര്യാദയും അറിയും? അതൊന്നും നിങ്ങളുടെ മകൾക്കറിയില്ല. എന്തായാലും മൂത്ത മരുമകളെക്കാളും ഭയങ്കരിയാണ് ഇളയ മകൾ എന്നുള്ളത് ഉറപ്പാണ്. സുധൻ പറയണേ, എൻ്റെ സുശീലെ ഇങ്ങനെയൊന്നും പ്രതിഭയെക്കുറിച്ച് പറയരുത്. അവൾ നിന്റെ വീട് അത്രയ്ക്ക്, നീ അവിടെ ഇല്ലാഞ്ഞിട്ട് പോലും അത്രയ്ക്ക് നല്ലതുപോലെയാണ് നോക്കി നടത്തുന്നത്. എൻ്റെ മോളായിട്ട് പറയല്ല, എൻ്റെ മോളെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സുശീല പറയുന്നത്, ഐശ്വര്യം ഒന്നും ഉണ്ടായില്ലെങ്കിലും അനർത്ഥം ഉണ്ടാവാതിരുന്നാൽ മതി. ഇതിലിരുന്ന സ്വർണ്ണവള കളഞ്ഞിട്ട് എന്നെ കള്ളിയാക്കാൻ നോക്കിയവല്ലല്ലേ അവൾ എന്ന് പറയുമ്പോൾ, എന്താ അമ്മ ഈ പറയുന്നത് എന്ന് സോന പറയട്ടോ. അപ്പോൾ സുധനും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണം. അമ്മയും ഞാനും കള്ളിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നഷ്ടപ്പെട്ടു പോയ വള, അതുപോലത്തെ ഒരു വള സുധൻ അങ്കിൾ വീണ്ടും പ്രതിഭയ്ക്ക് കൊണ്ടുകൊടുത്തത്. സുശീലെ, അത് ആ വള തന്നെയാണ്, അങ്ങനെ അങ്ങ് കരുതിക്കോ. അതുപോലത്തെ വള തന്നെയല്ലേ ഞാൻ പ്രതിഭ മോൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നീ അങ്ങനെ അങ്ങ് കരുതിക്കോ. അപ്പൊ പിന്നെ ആരും കള്ളിയാവില്ലല്ലോ. പ്രഭാവതി പറയണേ, അല്ല എന്നാലും മനസ്സിൽ ഇപ്പോഴും ഇതൊക്കെയാണല്ലേ, വലിയൊരു ആപത്തിൽ നിന്നും വന്നിട്ട് പോലും സുശീലേച്ചിയുടെ മനസ്സിൽ ഇതൊക്കെയാണല്ലേ. മോളോട് ഒന്ന് കുറച്ചുകൂടി സ്നേഹം കാണിച്ചൂടെ സുശീലേച്ചിക്ക് എന്ന് പറയുമ്പോൾ സുധൻ പറയണേ, ഇനി നമ്മുടെ മോളെ സ്നേഹിക്കാതിരിക്കാൻ സുശീലയ്ക്ക് കഴിയില്ല. കാരണം അവളിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞിക്കാല് വരാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ സുശീലയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ സോനയ്ക്ക് നല്ല സന്തോഷമാവണം. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, മോൾ ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരാൻ നിൽക്കായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് മോൾക്കൊരു തലകറക്കും ഓക്കാനൊക്കെ വന്നത്. ഞാൻ അവളോട് ഡേറ്റും കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയത് ചോദിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്ന് പറയുമ്പോൾ സുശീല ദേഷ്യത്തിൽ അങ്ങ് പറയണേ, കണക്ക് കൂട്ടലൊന്നും ശരിയാവണമെന്നില്ല, അവൾ ടെസ്റ്റ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സുധൻ പറയണേ, പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ വെച്ച് തന്നെ ഇപ്പോൾ അതൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയായിക്കൊള്ളണം എന്ന് ഇല്ല എന്ന് വീണ്ടും സുശീല പറയുന്നു. ഡോക്ടറെ കണ്ട് പരിശോധിച്ചിട്ടാണ് അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അറിയാൻ കഴിയും. അതിന്റെ മുന്നേ നാട് മുഴുവൻ കൊട്ടി ആഘോഷിക്കില്ല മോൾക്ക് വിശേഷമുണ്ടെന്ന്. കുഞ്ഞിക്കാൽ പിറക്കാൻ പോകുന്നത്രേ. വന്നു കയറി വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളത് പോലും നിങ്ങളുടെ മകൾക്കറിയില്ല. അതിന്റെ മുന്നേ അവളൊരു അമ്മയാവാൻ നോക്കുന്നു. നല്ലൊരു ഭാര്യയും മരുമകളും ഒക്കെ ആവട്ടെ, എന്നിട്ട് മതി അവളൊരു അമ്മയാവാൻ നോക്കുന്നത് എന്ന് സുശീലയ്ക്ക് ഒട്ടും പിടിക്കാതെ പറയുന്നത് കേൾക്കുമ്പോൾ സുധനും ഭാര്യയ്ക്കും വല്ലാത്ത വിഷമം വരികയാണ് കേട്ടോ. അപ്പോൾ സുശീലയുടെ ഈ അഹങ്കാരത്തിന് നല്ലൊരു കൊട്ട് കൊടുക്കണം എന്നുള്ളത് സുധൻ അപ്പം തന്നെ തീരുമാനിക്കുകയാണ്. സുശീല ഇതൊക്കെ അഭിനയിക്കുകയാണെന്നുള്ളത് സുധന് അറിയാവുന്നത് കൊണ്ട് തന്നെ സുധൻ ഇനി വരച്ച വരയിൽ സുശീലയെ നിർത്താൻ ഒരുങ്ങും. ഈ സമയം അനുപമയുടെ വീട്ടിലേക്ക് രഘുവും അമ്പിളിയും ആശും കൂടി എത്തിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് അനുപമയോട് കല്യാശ്ശേരി തറവാട്ടിൽ പോയ ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വർണം ഒന്ന് ഉരച്ചു നോക്കാൻ പോലും പാടില്ല എന്നാണ് ആ തമ്പായി പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അനുപമ പറയണേ, എന്തിനാണ് അവരോടൊക്കെ പോയി സമ്മതം ചോദിക്കാൻ വേണ്ടി നിന്നത് എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, അച്ഛൻ്റെ സ്വഭാവം അനു നിനക്ക് അറിയാവുന്നതല്ലേ, എന്തിനും ഏതിനും മറ്റുള്ളവരോട് കൂടി അഭിപ്രായം ചോദിക്കും എന്ന് പറയട്ടെ. ഞങ്ങളുടെ തലയിലെഴുത്ത് അങ്ങനെ ആയല്ലോ എന്നൊക്കെ അമ്പിളിയും രഘുവും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ആശ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയണേ, തറവാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് അറിയില്ലല്ലോ, എന്തെങ്കിലും മറ്റൊരു വഴി തെളിഞ്ഞു വരും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ചാടിയുടെ കാര്യം അനുപമ പറയണം, മഞ്ചാടിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തു പറ്റി എന്ന് മാഷി ചോദിക്കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനാണ് ഇതൊക്കെ അറിയിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിയാണ്. അങ്ങനെ സുശീലയുടെ കാര്യം മാഷി ചോദിക്കുന്ന സമയത്ത് ഇതുവരെ ഈ മക്കൾക്ക് പോലും ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മാഷ് പറയണേ, ഇതൊക്കെ ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അവൾക്ക് അറ്റാക്ക് വന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല, ഹൃദയമുള്ളവർക്കല്ലേ ഹൃദയസ്തംഭനം ഉണ്ടാവും പറഞ്ഞ് മാഷ് അവിടെ നിന്ന് പോവാൻ കേട്ടോ. അങ്ങനെ രഘുവിനോട് അമ്പിളി പറയണേ, ഞാൻ അനുവിനോടൊന്ന് സംസാരിക്കട്ടെ, അവളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയാലോ എന്ന് പറഞ്ഞ് അനുവിൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് വിഷമത്തോടു കൂടി അമ്പിളി ഓരോന്ന് പറയുന്ന സമയത്ത് അനുപം പറയണേ, ഞാൻ ഒരു പ്ലാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും നീ എന്നോട് പറ, ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞ ശേഷം ഇതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് ഞാൻ അച്ഛനോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ നീ അച്ഛനോട് സംസാരിക്കുന്നതിൻ്റെ മുന്നേ നീ എന്നോടൊന്ന് പറ എന്ന് പറയട്ടോ, എന്തെങ്കിലാണ് എൻ്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടൂ എന്ന് പറയുമ്പോൾ അനുപം പറയണേ, അല്ല ഇപ്പോൾ തറവാട്ടിൽ നിന്ന് 1 കോടി രൂപ കിട്ടിയിട്ട് അതിൽ 50 ലക്ഷം ഈ വീട് വാങ്ങാനല്ലേ ഉപയോഗിച്ചത്, അപ്പോൾ ഈ വീട് നമുക്ക് വിൽക്കാം, എന്നിട്ട് രഘുവേട്ടൻ്റെ കാര്യത്തിനൊരു തീരുമാനമെടുക്കാം, എനിക്കും എൻ്റെ മോനക്കും താമസിക്കാൻ എനിക്ക് പഞ്ചരത്നത്തിലേക്ക് വന്നാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അമ്പിളി തന്നെ അങ്ങ് അതിശയിച്ച് പോവാട്ടോ. അനുവിന് ഇത്രയ്ക്ക് നല്ല മനസ്സാണോ, എന്നിട്ടാണോ ഞാൻ അനുവിനെ പോലും തെറ്റിദ്ധരിച്ചത് എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ അനുപമ ഇക്കാര്യം പറഞ്ഞതോടുകൂടി അമ്പിളിക്ക് വല്ലാത്തൊരു കുറ്റബോധമൊക്കെ തോന്നുകയാണ് കേട്ടോ അനുപമയോട്. എന്നിട്ട് ഇക്കാര്യം രഘുവിനോട് പോയി പറഞ്ഞപ്പോൾ രഘു പറയാണ്, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കില്ല, കാരണം ഇത് 1 വർഷമാവാതെ ഇനി മറിച്ച് വിൽക്കുന്നത് അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ അമ്പിളി പറയുന്നത്, വീണ്ടും നിരാശയിലേക്കാണല്ലോ പോകുന്നത് കാര്യങ്ങൾ എന്ന് പറയട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പഞ്ചരത്നത്തിലേക്ക് പോകും, അച്ഛനിപ്പോൾ മഞ്ചാടിയൊക്കെ കണ്ടിട്ടാണ് ഇനി വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അനുപം പറയണേ, എങ്കിൽ നമുക്ക്
നമുക്ക് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ച് ലോൺ എടുത്തൂടെ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ വീണ്ടും അമ്പിളി അങ്ങ് അതിശയിച്ച് പോവാണ്. അനുവിൻ്റെ നല്ല മനസ്സ് കാണുന്ന സമയത്ത് ഈ സമയം വിനയൻ്റെ വീട്ടിൽ ചീരുവും വിനയനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരുവിൻ്റെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിരിക്കുകയാണ്. അപ്പോൾ വിനയൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ വഴിക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചീരുവിൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് വിനയൻ ഓരോന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ചീരു പറയണം, തറവാട്ടിൽ നിന്നും കിട്ടിയ 1 കോടി രൂപയിൽ നിന്നും 50 ലക്ഷം രൂപ ചെലവാക്കിയത് അച്ഛൻ അനുചേച്ചിക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാനാണ്. ഇപ്പോൾ അനുചേച്ചിയുടെ മനസ്സിലിരിപ്പ് കട ഇന്ദ്രേട്ടൻ്റെ കയ്യിൽ നിന്നും സ്വന്തമാക്കിയ ശേഷം അത് രഘുവേട്ടന് കൊടുക്കാനായിരിക്കും. കട രഘുവേട്ടന് കൊടുത്തിട്ട് ആ വീട് സ്വന്തമാക്കാനായിരിക്കും അനുചേച്ചിയുടെ പ്ലാൻ. അത് ഞാൻ പൊളിക്കും, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് വിനയൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷമാവണം. ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഇപ്പോൾ ചീരു എൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കണം. സുശീല ഗോകുലിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്തായി, നമ്മൾ വെച്ച കരാർ പ്രകാരം തന്നെ മഞ്ചാടിയുടെ വിവാഹം മുടങ്ങിയല്ലോ എന്ന് പറയട്ടോ. അവൻ കായലിൽ വീണിട്ടല്ലേ ആൻറ്റി കല്യാണം മുടങ്ങിയത് എന്ന് പറയുന്ന സമയത്ത് അവൻ കായലിൽ വീണോ കടലിൽ വീണോ എന്നൊന്നും നീ നോക്കേണ്ടതില്ല. നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം മഞ്ചാടിയുടെ വിവാഹം മുടക്കുമെന്നായിരുന്നു. അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്ക്. അല്ല എന്നുണ്ടെങ്കിൽ ഈ സുശീല ആരാണെന്നുള്ളത് ഗോകുൽ നീ അറിഞ്ഞിരിക്കും എന്ന് പറയട്ടോ. എങ്കിൽ നീ ഒന്നുകൂടി മനസ്സിൽ ചിന്തിച്ചോ, നീ ഒന്നുകൂടി ആലോചിച്ച ശേഷം ഈ സുശീലയ്ക്ക് നീ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഗോകുലിനെ ഭീഷണിപ്പെടുത്താൻ കേട്ടോ സുശീല. പക്ഷേ ഗോകുൽ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെയാണ് കേട്ടോണ്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ സുശീല ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇന്ദ്രനെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്ദ്രൻ സുശീല സംസാരിക്കുന്നതെല്ലാം തന്നെ കേൾക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചത് സുശീലയാണെന്നുള്ള കാര്യം ഇന്ദ്രന് മനസ്സിലാവാൻ കേട്ടോ. ഇന്ദ്രനെ കണ്ടതോടുകൂടി സുശീല ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്.